hyaluronic acid, salicylic acid, niacinamide. ഇതൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്തിനാണെന്ന് എത്ര പേർക്കറിയാം? ഇതൊക്കെ സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്കും അറിയാം. പക്ഷെ ശരിക്കുള്ള യൂസേജസ് എന്താണെന്ന് കേൾക്കും, മറന്നുപോകും. അങ്ങനെയാണ്. ഓക്കെ, ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഈ വാക്കുകളൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ ഫെമിലിയർ ആയിരുന്നിരിക്കില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഹൈഡ്രോണിക് ആസിഡ് എനിക്കത് വായി വരത്തില്ല കേട്ടോ. നിയാസിനമൈഡ് ആൻഡ് സാലിസിലിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്, ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അൺബോക്സിങ് വീഡിയോ. എൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്ന് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത്, ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെ ഫസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ അൺബോക്സിങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കാർഡ്ബോർഡ് പെട്ടിയൊക്കെ വലിച്ചിരിക്കുക കാണിക്കുന്ന ഇതൊന്നും ഞാൻ കാണിക്കാൻ പോകുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആ കാർഡ്ബോർഡിന്റെ സ്മെല്ല് എനിക്ക് അത്ര പിടിക്കത്തില്ല. അതുകൊണ്ട് ഇത് റൂമിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് സഹിക്കാൻ പറ്റും. ഞാനത് എടുത്ത് കളഞ്ഞു. പ്രൊഡക്ട്സ് ഇതുവരെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് നമുക്ക് ഓർഡറിൽ തന്നെ നോക്കാം. അല്ലേ, മിനിമലിസ്റ്റിന്റെ ആണ്. മിനിമലിസ്റ്റ് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു. മിനിമലിസ്റ്റിന്റെ ക്ലെൻസർ ആണ്. ഇതിൽ സാലിസിലിക് ആസിഡും LHAയും ഉണ്ട്. സാലിസിലിക് ആസിഡ് 0.02% ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ഇതിൽ പറയുന്നുണ്ട്. എന്താണ് ഇത്? റെഡ്യൂസസ് സെബം ആൻഡ് പ്രിവെന്റ് ആക്നി ബ്രേക്ക്ഔട്ട്സ്. പിന്നെ എന്താണ്, നമ്മുടെ സ്കിന്ന് വന്നിട്ട് ഒരുപാട് ഡ്രൈ ആക്കാണ്ട് ക്ലെൻസ് ചെയ്യും. പിന്നെ നല്ലതായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അപ്പം ഇത് സാലിസിലിക് ആസിഡിന്റെ ഗുണം എന്താണെന്ന് ഞാൻ അല്ലാതെ ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു. ഇവിടെ ഉണ്ട്, നോക്കട്ടെ. ബുക്ക് എവിടെ? അത് സാലിസിലിക് ആസിഡ്, അതെ, ആക്നിക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് നമ്മുടെ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള പോഴ്സിനെയൊക്കെ അൺബ്ലോക്ക് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ മിനിമലിസ്റ്റിന്റെ ക്ലെൻസർ. ഞാൻ മിനിമലിസ്റ്റിന്റെ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്തില്ല. സോ ഇതെനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. ഞാൻ ഈ ഒരു റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. ആൻഡ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഒരു സെറം നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സെറം എന്ന് പറയുന്നത് ഡെർമാക്കോയുടെ ആണ്, നിയാസിനമൈഡ് ഫേസ് സെറം. എന്താണ് നിയാസിനമൈഡിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിലെ റെഡ്നെസ്, ഇത് ഞാൻ നോക്കി വായിക്കുകയാണ് കേട്ടോ, റെഡ്നെസ്, ബ്ലോച്ച്നെസ് ഒക്കെ അത് റെഡ്യൂസ് ചെയ്യും. പിന്നെ പോറിന്റെ അപ്പിയറൻസ്, ചിലവർക്കൊക്കെ സ്കിന്നിൽ ഒരുപാട് പോഴ്സ് ഉണ്ടാവും, അതിന്റെ അപ്പിയറൻസ് റെഡ്യൂസ് ചെയ്യും. പിന്നെ സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ എന്തായിരുന്നു, റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നോർമലി നിയാസിനമൈഡിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ഇതിനകത്ത് ബെനിഫിറ്റ്സ് ഒന്നും എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു. സേ ഗുഡ് ബൈ ടു യുവർ സ്കിൻ കൺസേൺ ആൻഡ് ഗോ ഫിൽറ്റർ ഫ്രീ ഇൻ യുവർ നെക്സ്റ്റ് സെൽഫി. ദാറ്റ് ഇസ് വാട്ട് ഈസ് റിട്ടൺ ഓൺ ദിസ് പാക്കേജ്. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്തു, സെറം ഇട്ടു, നമുക്ക് കുറച്ചൊന്ന് മോയ്സ്ചറൈസ് ചെയ്താലോ, അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഇതിൻ്റെ ഇത് വരുന്നത്, ക്ലെൻസ് ചെയ്ത്. ഓക്കെ, ഇനി മോയ്സ്ചറൈസറാണ് ഇടുന്നത്. റിയക്വലിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. ഇതല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇതിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. കാരണം ഇതിൽ ഹൈലറോണിക് ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് ആവുന്നതെന്ന് നോക്കണമല്ലോ. അപ്പോൾ ഹൈലറോണിക് ആസിഡും നമ്മുടെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോൾ 30+ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി റിങ്കിൾസ് ഒക്കെ വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ ഇനി യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെ ഇരിക്കും നമുക്കറിയാലോ. ആൻഡ് ഇത് മൂന്നുമാണ് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയത്. നൈക്കയെന്നാണ്, നമ്മുടെ നൈക്ക പിങ്ക് സെയിലിൽ വാങ്ങിയതാണ്. പിന്നെ ഇത് മാത്രമല്ലല്ലോ, സ്ട്രീക്സിൻ്റെ ഹെയർ സെറം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലിരുന്നത് തീർന്നു പോയി. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു. ചെറിയ പാക്കേജാണ്, നിങ്ങൾക്കറിയാലോ ഹെയർ സെറം. അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 130 rupees. ഓഫറിൽ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആൻഡ് ദെൻ നമ്മുടെ മേക്കപ്പ് ഐറ്റം ആണ്. ഇത് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിയതല്ല, ഡയറക്റ്റ് ഷുഗർ, മൈ ഓൾ ടൈം ഫേവറേറ്റ്. ഷുഗർ എന്നല്ല പറയുന്നത്, ഷുഗറിലെ
ഷുഗർ ലിപ്സ്റ്റിക്കിലെ ക്രയോണിലെ സ്കാലറ്റ് ഒഹാര, ദാറ്റ്സ് മൈ ഫേവറേറ്റ് ഓൾ ടൈം. സത്യം ഇറിറ്റേറ്റ്. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നമുക്ക് എപ്പോഴും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല ടിപ് ടോപ്പായിട്ട് നടക്കണം. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലൊരു ലിപ്സ്റ്റിക്ക് എപ്പോഴും പാൻറ്റിൻ്റെ പോക്കറ്റിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ആ സമയം ഒരു പ്രാവശ്യം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പോക്കറ്റിൽ നിന്ന് തറയുന്നു പോയി. അന്ന് മിസ്സായ സാധനം പിന്നെ എനിക്കിത് കിട്ടിയിട്ടേ ഇല്ല. എപ്പോൾ നോക്കിയാലും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇപ്പോൾ സൈറ്റിൽ എനിക്ക് കിട്ടിയത് അതിൻ്റെ മിനി വേർഷനാണ് കിട്ടിയത്. ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഇതെനിക്ക് ട്രൈ ചെയ്തോളാൻ വയ്യ കേട്ടോ. അപ്പോൾ എപ്പോഴും ഷുഗറിൻ്റെ നമ്മൾ എപ്പോൾ വാങ്ങിച്ചാലും നമുക്ക് ഈ സംഭവം കിട്ടും. ഇതിപ്പോൾ എൻ്റെ കുറേ ആയിട്ടുണ്ട്. ഷാർപ്നർ, ഓക്കെ. സോ അതാണ് വേറൊരെണ്ണം വാങ്ങിച്ചത്. പിന്നെ എൻ്റെ ഐബ്രോ എനിക്ക് ഐബ്രോ ഞാൻ പാർലറിൽ പോയി എടുക്കാറില്ല. എനിക്കിൻ്റെ പെയിൻ സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. സോ ഞാൻ തന്നെ ചെയ്യാണ് ചെയ്യണത്. ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, നോക്കണ്ട. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസേഴ്സ് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു സിസേഴ്സ് വാങ്ങി. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് കോസ്റ്റ്ലി എന്ന് പറയാം. 285 ആണ് ഇതിലിട്ടിരിക്കുന്നത്. കുറച്ചും കൂടെ കുറച്ച് പ്രൈസിലായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. മേ ബി 250 ഓർ ബിലോ ആയിരിക്കണം കിട്ടിയിട്ടുണ്ടാവുക. ആൻഡ് പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ നല്ല വണ്ണം വച്ചിരിക്കുന്നതുകൊണ്ട് ഐ തോട്ട് കുറച്ച് ഡയറ്റ് ഒന്നും എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഡയറ്റ് എടുത്തിട്ടുണ്ട്. ആ ഡയറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച ഫ്ലാക്സ് സീഡ് ആമസോണിൻ്റെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഓക്കെ, ഇത് 200 ഗ്രാമാണ്. 100 റുപ്പീസാണ്. 100 റുപ്പീസ് അല്ലായിരുന്നു കേട്ടോ, 40 റുപ്പീസ് എങ്ങാണ്ടായിരുന്നു MRP ഞാൻ അതിൽ കണ്ടത്. 40 റുപ്പീസ്. ഓ, ദാറ്റ്സ് ഗ്രേറ്റ് ഡീൽ. 100 റുപ്പീസിന് സാധനമാണല്ലോ 40 റുപ്പീസ് വന്നത്. ശരിക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ എന്തോ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തായിരുന്നു? ഞാനത് എൻ്റെ ഒരു വാലറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിഥി, ക്യാൻ യു ബ്രിങ് ദാറ്റ് വാലറ്റ്, ന്യൂ വാലറ്റ്, അമ്മയുടെ പുതിയ പേഴ്സ്? യെസ്, താങ്ക് യു. സോ ഇത് എനിക്കറിയില്ല ഇത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്. കാപ്രീസ് എന്നായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ബംഗ്ലാദേശി പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇറ്റ് വാസ് ആക്ച്വലി 1700 റുപ്പീസ്. ബട്ട് ഏതോ ഒരു സമയത്ത് 1000 ബിലോയിൽ കണ്ടു. അപ്പോൾ ഞാനതൊന്ന് വാങ്ങി. ഇത് ഭയങ്കര ഹാൻഡിയാണ് കേട്ടോ കൊണ്ട് നടക്കാനൊക്കെ. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാർഡ്സ് ഇവിടെ വെക്കാം, കോയിൻസ് ഇവിടെ ഇടാം, പിന്നെ നമുക്ക് പൈസ ഇവിടെ വെക്കാം. പിന്നെ ഇതിനുള്ളിലേക്ക് അറകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി വെക്കാം. വളരെ ഹാൻഡിയാണ്. ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഐ എം ഇംപ്രസ്ഡ്. അല്ല, നോട്ട് ദാറ്റ് മച്ച്, ബട്ട് ഇറ്റ്സ് ഗുഡ്. 1000-ന് വർത്ത് അല്ല എന്ന് തോന്നുന്നു. പിന്നെ ഇതിന്റെ MRP ഇട്ടിരുന്നത് ഒരു 1999 ആണ് കേട്ടോ. എനിക്കിത് കിട്ടിയത് 900 റുപ്പീസിനാണെന്ന് തോന്നുന്നു. ആൻഡ് ദെൻ ഐ ബോട്ട് പാൻറ്റി ലൈനേഴ്സ് ഫ്രം എനിക്കറിയില്ല കേട്ടോ, എന്തോ ഒരു ബ്രാൻഡാണ്. ഞാനത് പാൻറ്റി ലൈനേഴ്സ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ ഗവേഷണമൊന്നും നടത്തിയില്ല. നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. സോ പാൻറ്റി ലൈനേഴ്സ് നല്ലതായിട്ട് വൈറ്റ് ഡിസ്ചാർജ് പോകുന്നവർക്ക്, അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഇരിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് പാൻറ്റി ലൈനേഴ്സ്. സോ അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഇത്രയാണ് എൻ്റെ അൺബോക്സിങ് വീഡിയോയിലുള്ളത്. ഞാൻ ഇത്ര വാങ്ങിച്ചോളൂ. ഇപ്പം തന്നെ ഒരു വലിയ എമൗണ്ട് എനിക്ക് സംബന്ധിച്ചായിട്ടുണ്ട്. ഞാൻ പിങ്ക് ഫ്രൈഡേയിൽ പെട്ടുപോയതാണ്. പിങ്ക് സെയിൽ, നൈക്ക പിങ്ക് സെയിലിലോട്ട് ഇറങ്ങി തിരിച്ചാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഡയറ്റും, പിന്നെ എൻ്റെ കയ്യിലിരുന്ന വാലറ്റ് കേടായപ്പോൾ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങി. അങ്ങനെ ഇത്ര ആയതാണ്. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ഡു എ വീഡിയോ ഫോർ യു ഗൈസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ ആളുകൾ കൂടട്ടെ. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നു, ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. എന്നിട്ട് എനിക്ക് 200+ വ്യൂ കിട്ടിയോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ട് വിട്ടിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ബൈ. രാത്രി ചെയ്യുന്നത്, അതുകൊണ്ട് ഗുഡ് നൈറ്റ്. ബൈ ബൈ.